പാടിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ആ രണ്ടുപേരെയാണല്ലേ. ആ ടൈമൊക്കെ എവിടെയായിരുന്നു? ഞാനോ? ഞാന് പഠിത്തത്തില്. പാട്ട് അറിയാം, പക്ഷെ പാടിയ ആളാരെന്ന് അറിയില്ല. കളക്കുറുമ്പി ചിലക്കുറുമ്പി ഇനി മിണ്ടാതെ നില്ല്, വിളിച്ചിലമ്പി വെട്ടിലത്തുമ്പി പഞ്ചാര ചൊല്ല്. പത്ര കട്ടിങ്സ് കൂടുതൽ വരാറുണ്ട്. ഇങ്ങനെ ബേബി വിദ്യ എന്ന് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. ട്രെയിനിലൊക്കെ വരാം. അപ്പൊ ട്രെയിനിൽ പോവാൻ വരുമ്പോൾ ചെയ്യുമ്പോൾ കുക്കുരു പാടിയ ആളല്ലേ, ഫ്ലവേഴ്സിൽ പാടുന്ന ആളല്ലേ എന്നൊക്കെ ചോദിക്കും. സ്റ്റേജുകളിൽ പാടുമ്പോൾ നമ്മളെ ജഡ്ജ് ചെയ്യാൻ ആരും ഇല്ലല്ലോ. ഹലോ കുട്ടിച്ചാത്തൻ ഏഷ്യാനെറ്റിലെ പാടിയിട്ട് നമ്മളിപ്പോഴും അറിയുന്നത് ഇതിന്റെ ഒക്കെ ഒരു ഭാഗമായിരുന്നു. പക്ഷെ പിന്നെ അന്ന് സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ കുറച്ചും കൂടെ. അതെ. കാണിക്കയായി കൂടെ. ഹലോ, ഹായ്, നമസ്കാരം. ഏവർക്കും ഇൻഫ്രീ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് ഇൻഫ്രീ മീഡിയയിൽ നമ്മളോടൊപ്പം കൂടെ ചേരുന്നത് ശബ്ദം കേട്ടാൽ ഒരു കൊച്ചുകുട്ടിയാണ് എന്ന് തോന്നുമെങ്കിലും പക്ഷെ ഒരു വലിയൊരാളാണ് കേട്ടോ. വലിയ ആളല്ല, ഒരു വലിയ മിടുക്കിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, വെള്ളി നക്ഷത്രം എന്ന മൂവിയിലെ കുക്കുരു കുക്കു കുറുക്കൻ എന്ന സോങ് അന്നും ഇന്നും നമ്പർ ഹിറ്റ് തന്നെയാണ് അല്ലെ. ആ ഒരു പാട്ട് പാടിയ നമ്മുടെ സ്വന്തം വിധി ചേച്ചിയാണ് കൂടെ എത്തിയിട്ടുള്ളത്. വിധി ചേച്ചിനെ നമുക്ക് ഇൻഫ്രീ മീഡിയയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം, വെൽക്കം ടു ഇൻഫ്രീ മീഡിയ. ചേച്ചി, എല്ലാവരും ഇപ്പൊ അറിയപ്പെടുന്നത് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ കുക്കുരു കുക്കു കുറുക്കൻ സോങ്ങിലൂടെയാണോ? അതെ, അങ്ങനെയാണ്. ഇത്രയും വർഷങ്ങളായി, 22 വർഷം കഴിഞ്ഞു തോന്നുന്നു. ഇപ്പോഴും ആ ഒരു പേരിൽ, ആ ഒരു പാട്ടിന്റെ ലേബലിലാണ് ചേച്ചി അറിയപ്പെടുന്നതെന്ന് പറഞ്ഞല്ലോ. എന്താ തോന്നുന്നത്? സന്തോഷം. കാരണം ഇപ്പോഴും ആ പാട്ട് കുട്ടികൾക്ക് ഫേവറേറ്റ് ആണ്. ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും കാണുമ്പോൾ ആൾക്കാർ പറയാറുണ്ട് ആ പാട്ട് ഒത്തിരി ഇഷ്ടമാണ്. കുട്ടികളെ ചോറിനണമെങ്കിൽ ആ പാട്ട് കേൾക്കണം, ഉറങ്ങണമെങ്കിൽ കേൾക്കണം, ഹാപ്പി ആക്കണമെങ്കിൽ ആ പാട്ട് കേൾക്കണം എന്നൊക്കെ. അതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. വീട്ടില് 2 കുഞ്ഞു മക്കളുണ്ട്. അവർക്ക് എങ്ങനെയാ? അവര് ഈ പാട്ട് അങ്ങനെ അധികം കേൾക്കാറില്ല. എന്നാലും ഇളയാളിപ്പോ ഈ പാട്ട് കേട്ടാലൊന്ന് ശ്രദ്ധിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ആണല്ലേ? ഓക്കെ. രണ്ടുപേരും എന്തോരമുള്ള കുട്ടികളാ? ഒരാൾക്ക് 2.5 വയസ്സാകാൻ പോകുന്ന ഇളയാൾക്ക്, മൂത്ത ആൾ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 4ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് അമ്മ പാടിയ പാട്ടാണ് ഇതെന്ന് പറഞ്ഞ് ആദ്യമായിട്ട് കേട്ടപ്പോ എന്താ തോന്നിയിട്ടുണ്ടായിരുന്നു കുഞ്ഞിന്? അപ്പൊ അറിയില്ലല്ലോ, കുഞ്ഞായിരുന്നപ്പോ കേൾക്കുന്നത്, അപ്പൊ അവനറിയില്ല. പക്ഷെ പിന്നെ അവൻ മനസ്സിലായി അവന് എപ്പോഴും പാട്ട് കേൾക്കാം. പിന്നെ ഞാൻ ഇതുപോലെ പ്രോഗ്രാംസ് പോകുമ്പോഴും കുക്കുരു പാട്ടിനെ കുറിച്ചുള്ള റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും കേട്ട് അവനറിയാം ഇത് അമ്മയാണ് പാടിയത്. ഇപ്പൊ സ്കൂളിലൊക്കെ ചെന്ന് കഴിയുമ്പോ കൊച്ചിന്റെ അടുത്ത് ചോദിക്കുമായിരിക്കും അല്ലേ, അമ്മ പാടിയ പാട്ട് ഞാൻ കേൾക്കാറുണ്ട്? അത് പറയാറുണ്ട്. ഞാൻ അവന്റെ സ്കൂളിൽ ഇപ്പം ഗസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ട്. അപ്പൊ കുട്ടികൾക്ക് കുറച്ചുകൂടെ അറിയാം. ഓക്കെ. ഇപ്പൊ പറയുന്ന ഈ പാട്ട് കുക്കുരു കുക്കു കുറുക്കൻ, ആ ഒരു സോങ് നമുക്ക് വേണ്ടിയിട്ട്, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് പാടാലോ? അത്തിലി ഇത്തിലി പറങ്കിത്താളി സെറ്റുമെ സെറ്റുമെസാ, അച്ഛന് കൊച്ചന് കൊച്ചന് എത്തിയും സെറ്റുമെസാ. അത്തിലി ഇത്തിലി പറങ്കിത്താളി സെറ്റുമെ സെറ്റുമെസാ, അച്ഛന് കൊച്ചന് കൊച്ചന് എത്തിയും സെറ്റുമെസാ. കുക്കുലു കുക്കു കുറുക്കൻ കക്കിരി കക്കും കറുമ്പൻ പണ്ടൊരു കാട്ടിലെത്തി, മുന്തിരി കണ്ട് കൊതിച്ച് നാക്കില് വെള്ളം കൊതിച്ച് കൊമ്പത്ത് നോക്കി നിന്നു. ഇപ്പോഴും ആ ഒരു ശബ്ദത്തിന് യാതൊരുവിധ മാറ്റവും വന്നിട്ടില്ല. കുറച്ചു പിന്നെ ആ ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടി ഞാൻ പിന്നെയും ഇമിറ്റേറ്റ് ചെയ്യുന്നു. പക്ഷെ ഇപ്പം സൗണ്ടില് അങ്ങനെ വരാറില്ല ശരിക്കും. അന്നും ഞാൻ സൗണ്ട് മാറ്റിയാ പാടിയേ. പക്ഷെ ഇപ്പൊ ഞാൻ പിന്നെയും കുറച്ചുകൂടെ കുട്ടിയാവാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് ആ പാട്ട് അങ്ങനെ വരാൻ വേണ്ടിട്ട്. ഇപ്പോ ആ ഒരു സിനിമ വിനീൻ സാറിന്റെ സിനിമയാണ്. എത്ര വയസ്സുള്ളപ്പോ ആയിരിക്കും ആ ഒരു പാട്ട് പാടി? ഞാൻ 11 വയസ്സുള്ളപ്പോഴാണ്. 11 വയസ്സ്. അതെ. ഇപ്പോഴും ആ ഒരു ലേബലിൽ അറിയപ്പെടുകയാണ്. 11 വയസ്സിന് ഇപ്പൊ ഒരു 10-20 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. 20 വയസ്സോ? അതിലൊക്കെ ഒരുപാട് കൂടി 30+ ആണ്. അതെ, കണ്ടാ പറയില്ല അല്ലേ? ഓക്കെ. ഇപ്പൊ ആ ഒരു സിനിമയുടെ ഭാഗമായത് എങ്ങനെയായിരുന്നു? അത് എന്റെ അമ്മയും അച്ഛനും പാട്ട് പാടും.
അച്ഛൻ പ്രൊഫഷണൽ സിംഗർ കൂടിയാണ്. അപ്പോൾ MBS യൂത്ത് ക്വയർ എന്ന് പറഞ്ഞിട്ട് MB ശ്രീനിവാസൻ സാറിന്റെ സ്മരണാർത്ഥമുള്ള ഒരു ക്വയർ ട്രിവാൻഡ്രത്തുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. പേട്രിയോട്ടിക് സോങ്സ് ആണ് അവിടെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ എന്റെ അച്ഛനും അമ്മയും അവിടുത്തെ മെമ്പേഴ്സ് ആയിരുന്നു. M ജയചന്ദ്രൻ സാറ് അവിടുത്തെ മുന്നത്തെ മ്യൂസിക് കണ്ടക്ടർ ആയിരുന്നു. അപ്പം സാർ പിന്നെ ഫിലിം ഒക്കെ ആയിട്ട് ബിസി ആയപ്പോഴാണ് പിന്നെ അങ്ങോട്ട് വരാൻ പറ്റാത്തത്. അപ്പൊ ഞാൻ അച്ഛൻ്റെ അമ്മയുടെ കൂടെ അവിടെ പോയിട്ട് അവിടുത്തെ പ്രോഗ്രാംസിലൊക്കെ പാടുകയും കുഞ്ഞിലെ മുതല്. അപ്പം സാർ ഇങ്ങനെ ഒരു കുട്ടി ശബ്ദം വേണമെന്ന് പറഞ്ഞപ്പോ അവിടുത്തെ ശ്രീകുമാരങ്ങളും എല്ലാരും കൂടെ എന്റെ പേര് സജസ്റ്റ് ചെയ്തു. അങ്ങനെ സേതുരാമൻ അങ്കിൾ വഴിയാണ് ഞാൻ പാട്ടിലേക്ക് എത്തുന്നത്. ഓക്കെ, ഇപ്പോ ആ ഒരു സമയത്ത് കൊയറിലായിരുന്നു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു അല്ലെ? അതിനുശേഷം സിനിമയിലേക്ക് വന്നു. സിനിമയിൽ വന്നിട്ട് പിന്നെ സത്യം മൂവിയിലെ ഒരു പാട്ട് കൂടി പാടിയിട്ടുണ്ടായിരുന്നു, കളക്കുറുമ്പി ചിലക്കുറുമ്പി. എനിക്ക് മറ്റേ പാട്ടിനെ കൂടുതൽ ഇഷ്ടമായി എനിക്ക് ആണല്ലേ? അത് എന്തൊക്കെ പാട്ട്. പിന്നെ അല്ലാതെ ഞാൻ നാട്ടുരാജാവ് എന്ന് പറയുന്നൊരു സിനിമയില് കുട്ടുപാൽ കുറുമ്പി എന്ന് പറഞ്ഞിട്ട് MG ശ്രീകുമാർ സാറും ചിത്ര ചേച്ചിയും പാടിയ ഒരു പാട്ടിന്റെ ഫസ്റ്റ് ഒരു പോർഷൻ ഞാൻ പാടിയിട്ടുണ്ടായിരുന്നു. ഞാൻ പാടിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ആ രണ്ടുപേരെയാണ്. ആ ഒരു പാട്ട് അതധികം ആർക്കും അറിയില്ല. അത് വെഡിങ് ബെൽസ് റിംഗ് ഹല്ലേലൂയ പാടാ ലെബനോണിൻ സുന്ദരിവാ. അങ്ങനെ ഇപ്പൊ സ്റ്റേജ് ഷോസ് ചേച്ചി ചെയ്യാറില്ലേ? ചെയ്യാറുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വരുന്ന പാട്ട് ഏതാ? റിക്വസ്റ്റ് ഇപ്പൊ അങ്ങനെ റിക്വസ്റ്റ് ഞാനങ്ങനെ ഫാസ്റ്റ് നമ്പേഴ്സ് കുറവാണ് പാടുന്നത്. എന്നാലും ചില സമയത്ത് ചില സ്റ്റേജുകളിൽ ആൾക്കാർ അടിച്ചുപൊളി പാട്ട് അങ്ങനെ ചോദിക്കും. ഞാൻ കൂടുതൽ മെലഡിയാണ് പാടാറുള്ളത്. പാട്ടത്തെ ചോദിച്ചാൽ പാടും. അത് ഏതൊന്നും ഇല്ല, അപ്പോൾ ഉള്ള അവരുടെ ടേസ്റ്റ് എന്താണോ അതിനനുസരിച്ച്. ഈ കുക്കുരു കുക്കുരു ഒക്കെ പാടാൻ പറയാറുണ്ടോ? കുക്കുരു എല്ലാ സ്റ്റേജിലും പോയാലും അത് പാടുമെന്ന് ചോദിക്കും. ഓക്കെ, ഇപ്പോ അതുകൂടാതെ ഇപ്പൊ റിയാലിറ്റി ഷോയിലെ ഒരു ഭാഗമായിരുന്നു ചേച്ചി അല്ലെ? അതെ, ഫ്ലവേഴ്സില് മ്യൂസിക്കൽ വൈഫ് എന്ന് പറഞ്ഞ പരിപാടി, അതില് സെക്കൻഡ് റണ്ണർ അപ്പ് ആണ്. എന്താണ് തോന്നുന്നത്? ഒരുപാട് സന്തോഷം. കാരണം ഞാൻ റിയാലിറ്റി ഷോയ്ക്ക് ആദ്യമായിട്ടാണ്. ഓഡിഷൻസിനൊക്കെ മുൻപ് പോയിട്ടുണ്ട്, പക്ഷെ സെലക്ട് ആയി ഇങ്ങനെ കണ്ടസ്റ്റന്റ് ആയിട്ട് വരുന്നത് ആദ്യമായിട്ടാണ്. അപ്പോ പേടിയായിരുന്നു ശരിക്കും. റിയാലിറ്റി ഷോയ്ക്ക് വരുന്നത് പേടിയായിരുന്നു. ജഡ്ജസിന് മുൻപിൽ പാടുന്നതൊക്കെ ഭയങ്കര പേടിയായിരുന്നു. അപ്പൊ അങ്ങനെ ഇരുന്ന് കുറെ കഴിഞ്ഞപ്പോഴേക്കും കുക്കുരു കുക്കുറുക്കൻ പാട്ട് പാടിയ ആള് ആരാണെന്ന് അങ്ങനെ ആർക്കും അറിയില്ല, അധികം അറിയില്ല. പാട്ട് അറിയാം, പക്ഷെ പാടിയ ആളാരാണെന്ന് അറിയില്ല. അപ്പൊ എനിക്കല്ല മനസ്സിനൊരു വിഷമം തോന്നി തുടങ്ങി. എല്ലാവരോടും നമുക്ക് പോയി പറയാൻ പറ്റില്ല. അപ്പൊ എന്ന് വിചാരിച്ചു, എന്നാലും നമ്മുടെ ഫേസ് ഒക്കെ ഒന്ന് ആൾക്കാര് സ്ഥിരമായിട്ട് കണ്ടു തുടങ്ങിയാൽ അത് നല്ലതായിരിക്കുമല്ലോ. എന്നാലും ഒരു റിയാലിറ്റി ഷോ ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ പോയതാണ്. അങ്ങനെ പോയി അവിടെ ചെന്നപ്പോ ബിന്നി മാം ഉണ്ടായിരുന്നു, ഒത്തിരി പേരുണ്ടായിരുന്നു, വലിയ വലിയ മ്യൂസിഷ്യൻസ്. അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആ എക്സ്പീരിയൻസ് അടിപൊളിയാണ്. ഇപ്പൊ ബിന്നി മാം ഒക്കെ പറഞ്ഞ അറിയാലോ, കർണാട്ടിക് മ്യൂസിക്കിന്റെ ലെജൻഡേഴ്സ് ആണ് അവരൊക്കെ. അപ്പം മാമിന്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ള അഡ്വൈസുകൾ അതൊക്കെ നമുക്ക് ഒരുപാട് പ്രയോജനം ചെയ്തിട്ടുണ്ട്. ഹൗസ് സെക്രട്ടറി സാർ ആയാലും രജനി ചേച്ചി ആയാലും എല്ലാം നല്ല കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. പിന്നെ ഇങ്ങനെ ഒരു ഗൈഡൻസ് ഉണ്ടാവുമ്പോൾ നമ്മളും കൂടുതൽ സീരിയസ് ആയിട്ട് റിയാലിറ്റി ഷോ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ നല്ലതാണ്. നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വേദിയാണ് റിയാലിറ്റി ഷോ എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ പൊതുവെ പേടിയുള്ള ആളായിരുന്നു. നമുക്ക് കോൺഫിഡൻസ് ഒക്കെ കൂടും റിയാലിറ്റി ഷോ എന്ന് പറയുന്നത്. ഇവരുടെ ഗ്രൂമേഴ്സിന്റെ എല്ലാവരുടെയും കൂടി ഈ ഒരു ട്രെയിനിങ്ങും കൂടെ ആവുമ്പോൾ എല്ലാം അടിപൊളിയാവും. അതെ, ഇപ്പോ ആ ഒരു സ്റ്റേജിൽ പാടി ഏറ്റവും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം എന്തായിരിക്കും? അനുഭവം, ഞാൻ മ്യൂസിക് പഠിച്ച സ്ഥാപനത്തിലെ MCBS കലാഗ്രാമത്തിലെ ഫാദർ എന്നെ വീഡിയോ, ഫാദറിന്റെ സംസാരം എനിക്ക് വീഡിയോ ആയിട്ട് അവിടെ കാണിച്ചു. അത് ഭയങ്കര സർപ്രൈസ് ആയി. പ്രതീക്ഷിക്കാതെ അതിനെ കണ്ടിട്ട് കുറെ നാളായി. എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ കണ്ടപ്പോ ഇമോഷണൽ ആയി. അതാണ് എനിക്ക് മറക്കാൻ പറ്റാത്തത്. അതെ, ആ ഒരു സ്റ്റേജില് എല്ലാവരും അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞ ഒരു പാട്ട് ഏതാ? അതിപ്പോ എല്ലാവരും അടിപൊളിയാണെന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നു സന്ധ്യയെ കണ്ണീരിതല്ലാണ് എനിക്കിഷ്ടം. പക്ഷെ വേറൊരു പാട്ടായിരുന്നു. അതേത് പാട്ടായിരുന്നു? പൊന്നുരുകും പൂക്കാലം. ആ ഒരു പാട്ട് നമ്മുടെ ജാനകി അമ്മയുടെ സ്മരണയ്ക്ക് വേണ്ടിയിട്ട് ഞാനത് ഡെഡിക്കേറ്റ് ചെയ്യാം. പൊന്നുരുകും പൂക്കാലം നിന്നെ കാണാൻ വന്നു, പൊന്നുരുകും പൂക്കാലം നിന്നെ കാണാൻ വന്നു, പൊന്നാട തളിരാട കാണിക്കയായി തന്നു.
കുട്ടികൾക്കൊക്കെ ഇങ്ങനെ പാട്ടൊക്കെ പാടിക്കൊടുക്കാറുണ്ടോ? ആ പാടിക്കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ചേച്ചി ആ ഒരു പാട്ട് പാടിയിട്ട് കുറെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു അല്ലെ? ആ കുഞ്ഞിലെ പാട്ടൊക്കെ പാടിയിട്ട് ആ ടൈമൊക്കെ എവിടെയായിരുന്നു? ഞാനോ? ഞാന് പഠിത്തത്തില് എനിക്ക് പെട്ടെന്ന് പഠിത്തത്തിലൊക്കെ ശ്രദ്ധിച്ചിരുന്നു, ഡിഗ്രി ചെയ്തിരുന്നു, പിന്നെ പാട്ട് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ മാറി മാറി പഠിച്ചു. പിന്നെ ലാസ്റ്റാണ് MCBS കലാഗ്രാമത്തില് സുരേഷ് ദാസ് സാറിന്റെ കീഴിലാണ് പിന്നെ പഠിച്ച് നിർത്തിയത്. പാട്ട് പഠനം പിന്നെ ഡിഗ്രി പഠനം, പ്രോഗ്രാംസ് അങ്ങനെ സ്കൂൾ ടൈം മുതലേ ഞാൻ പ്രോഗ്രാം ചെയ്യുമായിരുന്നു. സ്കൂളിൽ പോവാ, വരിക, പ്രോഗ്രാമിന് പോവാ, വീണ്ടും സ്കൂളിൽ പോവാ. ഇതായിരുന്നു എൻ്റെ ഒരു റുട്ടീൻ എന്ന് പറയുന്നത്. പിന്നെ മാരേജ് ഒക്കെ കഴിഞ്ഞു, പിന്നെ കുറച്ച് ഗ്യാപ്പായത് എനിക്ക് ഡെലിവറി സംബന്ധിച്ച് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കുറച്ച് ഗ്യാപ്പായി. പിന്നെ പ്രോഗ്രാംസ് ഇല്ലാതെ എല്ലാരും മറന്നു തുടങ്ങി. പിന്നെ അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യാസം വന്നെനിക്ക് തിരിച്ചു വരണം എന്നുള്ള ഒരു ഇതിൽ തന്നെയാണ് ഞാൻ ഈ റിയാലിറ്റി ഷോയിൽ വന്നത്. ഇപ്പൊ ആ ഒരു പാട്ട്, രണ്ട് പാട്ടാണോ ചെറുപ്പത്തിൽ പാടിയിട്ടുണ്ടായിരുന്നു? ആ 3 പാട്ട് അല്ലേ? അതിനുശേഷം ഇങ്ങനെ ആരും വിളിച്ചില്ല? പിന്നെ കോറസുകൾ പാടിയിട്ടുണ്ട് ഒരുപാട്. മയിലാട്ടം എന്ന് പറയുന്ന സിനിമയില് കോറസ് പാടിയിട്ടുണ്ട്. കുട്ടികളും ജയറാമേട്ടനും കൂടെ കളിക്കുന്ന ഒരു പാട്ടുണ്ട് അതില്. പിന്നെ അല്ലാതെ പിന്നെ മേക്കപ്പ് മാൻ എന്ന് പറയുന്ന സിനിമയില് ബാക്ക്ഗ്രൗണ്ട് സ്കോർ കോറസ് പാടിയിട്ടുണ്ട് അലക്സ് പോൾ സാറിന്റെ. പിന്നെ സീരിയൽസ് ഒരുപാട് പാടിയിട്ടുണ്ട്. ഹലോ കുട്ടിച്ചാത്തൻ ഏഷ്യാനെറ്റിലെ, അമൃത ടിവിയില് കൃഷ്ണകൃപാസാഗരൻ അതിന്റെ ടൈറ്റിൽ സോങ്. പിന്നെ ദേവി എന്ന് പറഞ്ഞ് സൂര്യ ടിവിയിൽ ഉണ്ടായിരുന്നു, അതില് അരുന്ധതി മാമിന്റെ കൂടെ ഒരു ഡ്യുവറ്റ് പാടിയിട്ടുണ്ട്. ബാബാജാൻ എന്ന് പറഞ്ഞ്. പിന്നെ മഞ്ജു സ്റ്റാർ സിംഗിന്റെ ടൈറ്റിൽ സോങ് വിശ്വജിത്തേട്ടന്റെ, അങ്ങനെയൊക്കെ പാടിയിട്ടുണ്ട്. ഇത്രയൊക്കെ പാടിയിട്ട് നമ്മൾ ഇപ്പോഴും അറിയുന്നത് ഇതിന്റെ ഒക്കെ ഒരു ഭാഗമായിരുന്നു. ശരിക്കും പറഞ്ഞാല് ഇപ്പോ സിനിമ പാട്ടുകളാണെങ്കിലും ഇതിന്റെ മുന്നിലുള്ളവർ മാത്രമേ എല്ലാവരും അറിയുള്ളൂ, ആ സ്ക്രീനിൽ കാണുന്നവർ മാത്രം. ഇതിന് പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചിരുന്നു നമ്മൾ ആരും അറിയുന്നില്ല. ഇപ്പൊ ചേച്ചി പറഞ്ഞപ്പോഴാണ് ഇത്രയും കുട്ടിച്ചാത്തന്റെ ഒക്കെ കുട്ടിച്ചാത്തനൊക്കെ നമുക്ക് പറയുകയാണെങ്കിൽ നമ്മളെല്ലാരും ഇപ്പോഴും അതിന്റെ ഫാൻസ് ആണെന്ന് തന്നെ പറയാം. പൂപ്പി പാടിയിട്ടുണ്ട്. പൂപ്പി അതിലെ ലീഡ് ചെയ്യുന്ന വോയിസ് ഉണ്ട്, അതൊന്ന് പാടും. ഇന്നാൾ ഞാനും വന്നിടാം നിങ്ങളുടെ കൂടെ കൂടാനായി, കൂട്ടുകാരെ പോകുന്നു, കഥകൾ കേൾക്കാൻ പോരുന്നു. അങ്ങനെ ഇപ്പോഴും പൂപ്പിക്ക് ഫാൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇനി ചേച്ചിയുടെ വർക്ക് എന്തെങ്കിലും വരാം? ഇപ്പം പ്രോഗ്രാംസ്, സ്റ്റേജ് പ്രോഗ്രാംസ് അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. പിന്നെ 2-3 സിനിമയുടെ ഓഫർ വന്നിട്ടുണ്ട്. വർക്ക് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. നടക്കുന്നതാണ് പ്രതീക്ഷ. അത് നടക്കും തീർച്ചയായിട്ടും. താങ്ക് യു. ഇപ്പൊ റിയാലിറ്റി ഷോയില് വരുന്നതിന് മുൻപും അതിനുശേഷവും ലൈഫിലുണ്ടായ കുറെ മാറ്റങ്ങളില്ലേ? റിയാലിറ്റി ഷോയിൽ വന്നതിന് ശേഷം കുക്കുരു പ്ലസ് ആയി. അത്രയും കാലം ആർക്കും അറിയാതിരുന്നത് അതിൽ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരു ഇതുണ്ടായിരുന്നു. അത് വൈറലായിരുന്നു റീൽസ് ഒക്കെ. അപ്പോ അങ്ങനെ ആൾക്കാർ ആ കുക്കുരു പാടിയ ആളല്ലേ. നമ്മളിപ്പോ പുറത്തിറങ്ങുമ്പോ ഞാൻ കൂടുതലും ഇങ്ങനെ ലോങ് ആയിട്ട് ട്രെയിനിലൊക്കെയാ വരാം. അപ്പൊ ട്രെയിനിൽ വരും ചെയ്യുമ്പോ കുക്കുരു പാടിയ ആളല്ലേ, ഫ്ലവേഴ്സിൽ പാടുന്ന ആളല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ ഒരു കാലത്ത് ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളാണ് അത്, വർഷങ്ങൾക്ക് മുൻപ്. ഇപ്പൊ അത് ഈ റിയാലിറ്റി ഷോയിൽ കൂടെ സാധിച്ചു. ഇപ്പൊ എന്താ തോന്നുക? സന്തോഷം. ഒരുപാട് ഡ്രീം നടന്നല്ലോ. അതിന്റെ ഇനിയും ഒരുപാട് മുമ്പോട്ട് പോകാനുണ്ട്. അതെ, ഇനിയും ഉണ്ട്. അതെ, പക്ഷെ ഒരു ഭാഗം സന്തോഷം. ഇപ്പൊ ചേച്ചിയുടെ പ്രോഗ്രാംസ് ഞാൻ യൂട്യൂബിൽ എടുത്ത് നോക്കിയ ടൈമിൽ അതിന്റെ താഴെ വന്നിരിക്കുന്ന കമന്റില് ഭൂരിഭാഗം കമന്റ് ഫസ്റ്റ് വിന്നർ ആവേണ്ട ആളായിരുന്നു, എന്തൊക്കെയോ കൊണ്ടാണ് അത് മാറിപ്പോയത് എന്ന് ഉള്ളൊരു സംഭവം ഉണ്ട്. അതിൽ വിഷമമുണ്ടോ? അതിൽ വിഷമമൊന്നുമില്ല കേട്ടോ. കാരണം ഞാൻ എന്റെ പേഴ്സണലി ഉള്ള ഒരു കാര്യം പറയാമെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ കുറച്ച് പേടിയൊക്കെ ഉള്ള ആളായിരുന്നു. അപ്പൊ ആ ഒരു സ്റ്റേജ് എനിക്ക് ഭയങ്കര ബ്ലെസ്സിങ് ആയിരുന്നു. ഞാൻ ജഡ്ജസ് ഇപ്പം സ്റ്റേജുകളിൽ പാടുമ്പോൾ നമ്മളെ ജഡ്ജ് ചെയ്യാൻ ആരും ഇല്ലല്ലോ. എന്തെങ്കിലുമൊക്കെ തെറ്റിയാലും ആരും അറിയാനില്ല. പക്ഷെ നമ്മൾ ജഡ്ജ് ചെയ്യാനായിട്ട് ഫ്രണ്ടിൽ ആൾക്കാർ ഇരിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് കോൺഷ്യസ് പേടി കൂടും. അപ്പൊ ഞാനൊന്ന് നമുക്ക് കുക്കുരു പാടിയ ആളാണിതെന്ന് ആൾക്കാരൊന്ന് തിരിച്ചറിയണം എന്നുള്ള അമിതമായ ആഗ്രഹം കൊണ്ടാണ് പോയതെങ്കിലും 50-50 ആയിരുന്നു എന്റെ മനസ്സിൽ. ചിലപ്പോ കിട്ടും, എന്റെ സ്വഭാവം അനുസരിച്ച് ചിലപ്പോ ഞാൻ അവിടെ പേടിച്ച് വീഴാലെന്നൊക്കെ വിചാരിച്ച് പോയത്. പക്ഷെ ആ സ്റ്റേജ് ഭയങ്കര ബ്ലെസ്സിങ് ആയിരുന്നു. എനിക്ക് കോൺഫിഡൻസ് കൂടിയിട്ടേ ഉള്ളൂ. അപ്പൊ ഓരോ ഷെഡ്യൂള് കഴിയുമ്പോഴും ഞാൻ സന്തോഷത്തോടെയാണ് അവിടെ നിന്ന് വന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു പേടി ക്യാരക്ടർ വെച്ച് ഞാൻ ഗ്രാൻഡ് ഫിനാലെ വരെ എത്തിയത് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം. പക്ഷെ ജനങ്ങള് ഇപ്പൊ ഈ കുട്ടി വിന്നർ ആകേണ്ട ആളായിരുന്നു എന്ന് പറയുന്നത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിന്നർ ആയതുപോലെ, അത്രയും ആൾക്കാർ നമ്മളെ അംഗീകരിച്ചല്ലോ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ടാലന്റ് മനസ്സിലായല്ലോ എന്നുള്ളത്. പിന്നെ അതൊക്കെ
ഓരോരുത്തരുടെ ഭാഗ്യം, ചിലപ്പോ കഴിവിന്റെ അടിസ്ഥാനത്തിൽ അന്ന് വന്ന ഏറ്റക്കുറച്ചിലുകളൊക്കെ കൊണ്ടാവും. എനിക്ക് സന്തോഷമാണ്. ഇപ്പൊ ആ ഒരു ഷെഡ്യൂൾ ടൈമിൽ നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഒരുപാട് ഇങ്ങനെ റിഹേഴ്സലിന്റെ ടൈമിലാണെങ്കിലും അല്ലെങ്കിൽ ഷോ തുടങ്ങുന്ന തൊട്ട് മുമ്പാണെങ്കിലും അവിടെയൊക്കെ നടക്കുന്ന രസകരമായിട്ടുള്ള കാര്യങ്ങളില്ലേ, അതെന്തൊക്കെയാ? അതിപ്പോ ഫ്ലവേഴ്സിലായിരുന്നല്ലോ ഇത്. അപ്പം ഞാൻ റിഹേഴ്സലിലൊക്കെ ചെല്ലുമ്പോഴായിരുന്നാലും ഇത് ടോപ്പ് സിംഗറിന്റെ കണ്ടസ്റ്റന്റ് ആണ് എന്നെ കളിയാക്കാറുണ്ട്. അതെനിക്ക് ഭയങ്കര എനിക്കിഷ്ടമാണ് അങ്ങനെ പറയുന്നത്. കുറ്റം പറയുന്നവരുണ്ട് കേട്ടോ, ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നേ, എത്രയും മെലിഞ്ഞിരിക്കുന്ന എന്താന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. പക്ഷെ എനിക്ക് സന്തോഷം, ഇങ്ങനെ ചെറുപ്പമായിട്ടിരിക്കുന്നതല്ലേ നല്ലത്. ഇപ്പൊ ഞാൻ തന്നെ നേരത്തെ പറഞ്ഞല്ലോ കണ്ടപ്രായം. അപ്പൊ അതുകൊണ്ട് ടോപ്പ് സിംഗറാണ് ഞാനതിന് എന്നെ കളിയാക്കുന്നവരുടെ കൂടെ ചേർന്ന് ഞാൻ എന്നെ സ്വന്തമായിട്ട് ട്രോൾ ചെയ്യുന്ന ആളാ ഞാൻ. അതുകൊണ്ട് എനിക്കതൊന്നും ഹേർട്ട് ആവാറില്ല, സന്തോഷമായിട്ടിരിക്കുന്നു. ഓക്കെ, ഇപ്പോ കള്ളക്കുറുമ്പി ചെല്ലക്കുറുമ്പി ആ പാട്ട് പാടും? പാടാലോ. കള്ളക്കുറുമ്പി ചെല്ലക്കുറുമ്പി ഇനി മിണ്ടാതെ നില്ല്, വിളിച്ചിലമ്പി വെട്ടിലത്തുമ്പി മതി പഞ്ചാര ചൊല്ല്, ഒന്നിച്ചിറങ്ങാൻ ഒന്നിച്ചുടരാൻ നീ ഇങ്ങോട്ട് പോര്, മുന്തിരി കണ്ണൻ ചെപ്പ് കേൾക്കാൻ ഇതിലേ വരുമവൻ, ആയി 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 ആയോ, ആയി 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 ആയോ. ഹായ് ദ്രസ, ഞാനിപ്പോ കേൾക്കുമ്പോ ആ സിനിമയിലെ സീനൊക്കെ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുമായിരിക്കും. അപ്പൊ ആ ഒരു പാട്ടില് സുജാത മാമിന്റെ കൂടെയാണ് പാടിയിരിക്കുന്നത്. അത് നിങ്ങൾ ഒരുമിച്ചല്ലോ, അതാണ് ഒരു സങ്കടകരമായ കാര്യം. മാം വേറെ ചെന്നൈയില് ആണ് റെക്കോർഡ് ചെയ്തെന്ന് തോന്നുന്നു, അത് കൊച്ചിയിലാണോ എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ ട്രിവാൻഡ്രത്താണ്, എനിക്ക് റെക്കോർഡിങ് ട്രിവാൻഡ്രത്തായിരുന്നു ഡിജിറ്റലിലെ. അത് അറിയായിരുന്നു നേരത്തെ കൂടെ പാടുന്നത്? അറിയില്ല. അന്ന് പാടിയതിനു ശേഷമാണെന്ന് തോന്നുന്നു സാർ പറഞ്ഞത് സുജാ ചേച്ചിയാണ് പാടുന്നത്. അപ്പൊ ആ സിനിമ ഇറങ്ങിയപ്പോ ആ സമയത്ത് നമുക്ക് ഇങ്ങനെ ഇൻസ്റ്റഗ്രാമും യൂട്യൂബും ഒന്നും ഇല്ലാത്ത ടൈം ആയതുകൊണ്ട് തന്നെ ടിവിയില് ഈ ഒരു പാട്ട് വരാൻ വേണ്ടിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കുന്ന ഒരു ടൈം ഒക്കെ ഉണ്ടായിരുന്നില്ലേ? ആ ഒരു സമയമൊക്കെ എങ്ങനെയായിരുന്നു? അത് ഭയങ്കര സന്തോഷാണ്. എന്ന് വെച്ചാല് ഒരു സൈഡില് അന്ന് പത്ര കട്ടിങ്സ് കൂടുതൽ വരാറുണ്ട്. എന്നുവെച്ചാൽ സിനിമ ഇങ്ങനെ റൺ ചെയ്യുന്നതിന്റെ ഇത് വരുമല്ലോ, 101 ദിവസം ഇങ്ങനെ പത്രത്തിൽ ഇങ്ങനെ വരുമല്ലോ. അപ്പൊ ഇങ്ങനെ അന്ന് സിംഗേഴ്സിന്റെ പേരും അതിൽ വരുമായിരുന്നു. അപ്പൊ ഇങ്ങനെ ബേബി വിദ്യ എന്ന് കാണുമ്പോൾ ഒരുപാട് സന്തോഷാണ്. പക്ഷെ പിന്നെ അന്ന് സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ കുറച്ചും കൂടെ ലൈവില് നിൽക്കാൻ പറ്റുമായിരുന്നു. ഇപ്പൊ എന്തായാലും സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ട്. അതില് ഞാൻ യൂട്യൂബ് സെർച്ച് ചെയ്തപ്പോ ഞാൻ കണ്ടത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ് സീതാരാമത്തിലെ കാലം വിവരം, ആ ഒരു പാട്ട്. അത് തുടക്കം പറയാൻ എനിക്ക് ഞാനങ്ങ് അരിഞ്ഞു പോയുള്ളൂ. എന്നാലും രാത്രി ഒരു 11 മണിയായപ്പോഴാണ് ചേച്ചിയുടെ ആ പാട്ട് കേൾക്കുന്നത്. അപ്പൊ തുടക്കം തന്നെ എനിക്ക് ആ പാട്ട് പാടിക്കണം എന്നായിരുന്നു എന്റെ ആഗ്രഹം. തുടക്കത്തിൽ എനിക്ക് പാട്ടൊന്നും പാടാറിയില്ല, ഒരു സാധനം എനിക്കൊന്ന് പാടിത്തരൂ? 2-3 വർഷത്തിന് മുന്നേ ഞാൻ എടുത്ത വീഡിയോ അത്. അയ്യോ ഓർമ്മയില്ല, ഞാൻ ഓർമ്മയുള്ളത് തുടക്കത്തിലെ കേട്ടോ, പ്രേക്ഷകർ ക്ഷമിക്കണം. കാലം നമ്മിൽ തന്നോരേവർ സ്വദേക്കവി സ്വവാസദം സ്വപ്നം പോലെ സമാഗം ഞാനത് ഇന്നലെ കേട്ടപ്പോ തന്നെ ഞാനിത് ഞാനിങ്ങനെ എഴുതി വെക്കുക, തുടക്കം തന്നെ ഈ ഒരു പാട്ട് പാടിക്കണം, ഈ സൗണ്ട് കേട്ട് എല്ലാവരും മനസ്സിലാക്കണമെന്നായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോ ഇപ്പൊ സിനിമയില് പിന്നീട് ഓപ്പർച്യൂണിറ്റി അങ്ങനെ ഇപ്പൊ പുതിയ വർക്കുകൾ വരുന്നുണ്ട്. പിന്നെ അല്ലാതെ ഞാൻ 1-2 സിനിമയിൽ തമിഴ് പാടിയിട്ടുണ്ടായിരുന്നു, റിലീസ് ആയിട്ടില്ല. മലയാളവും അതുപോലെ പാടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ കന്നഡ സോങ്ങിന്റെ മലയാളം വേർഷൻ വരുമല്ലോ, അങ്ങനെയൊക്കെ ഞാൻ പാടിയിട്ടുണ്ട്. പക്ഷെ അത് റിലീസ് ആയിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്ക് വിവരം അറിയില്ല. പക്ഷെ ബാക്കി മറ്റത് 2 റിലീസ് ആയിട്ടില്ല. അങ്ങനെയൊക്കെ അന്ന് കുറെ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ആ സമയത്ത്. പിന്നെ ഇപ്പോഴാണ് ഓഫർ വരുന്നത്. ഇപ്പൊ ഒന്ന് പിന്നിലേക്ക് തിരിച്ചു നോക്കിക്കഴിഞ്ഞാൽ എന്താ ഫീൽ ചെയ്യുന്നത്? ഇപ്പോഴാണ് ശരിക്കും പ്രൗഡ് ആവുന്നത്. അന്ന് ഞാൻ അറിയാത്ത പ്രായത്തിലാണ് പ്ലേ ബാക്ക് സിംഗർ എന്നുള്ളൊരു ഇത് കിട്ടുന്നത്. എനിക്ക് അറിയില്ല അതിനെ കുറിച്ച്, അതിന്റെ വാല്യൂ എന്താണെന്നോ ഒന്നും അറിയില്ല. സിനിമ കാണാൻ പോയ സമയത്ത് സ്ക്രീനിൽ പേരെഴുതി കാണിച്ചപ്പോഴൊക്കെ, പിന്നെ എന്റെ സ്കൂളിൽ
നമുക്ക് അന്ന് അതാ സ്കൂളാണല്ലോ എല്ലാം. അതെ. സ്കൂളിനെ കുറിച്ച് അതെ, എല്ലാവരും അത് ഭയങ്കര സന്തോഷം. അപ്പൊ ഭയങ്കര അപ്പൊ ഞാൻ ഇങ്ങനെ സിനിമയിൽ പാടി എന്നൊക്കെ ഒരു ചെറിയൊരു ബോധം വന്നു. പക്ഷെ അതിന്റെ സീരിയസ്നെസ് ഒന്നും അറിയാതെയാണ് റെക്കോർഡിങ്ങിന് പോലും പോയത്. പക്ഷെ ഇന്ന് അത് ആലോചിക്കുമ്പോ എത്ര നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് എനിക്ക് കിട്ടിയത്. പലരും ഇപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ചെറുപ്പത്തില്, അതും ഈ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാണ്ടിരുന്ന സമയത്ത്. ഇപ്പോ ഞാൻ പറയാം, വലിയ വലിയ മ്യൂസീഷ്യന്മാരുടെ കൂടെയാണ് അന്നും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ലൊരു സിനിമയുടെ ഭാഗമായി ആ സിനിമ ഇപ്പോഴും നമ്മളെല്ലാവരും ടി വിയിൽ വന്നാലൊക്കെ കാണുന്ന സിനിമ തന്നെയാണ്. അതിന്റെ ഒരു ഭാഗമായി എന്ന് പറഞ്ഞപ്പോ ഇപ്പൊ എന്താ ഫീൽ ചെയ്യാ? ഇപ്പൊ സന്തോഷാണ്. കാരണം ഈ ഒരു സിനിമയിൽ പാടുക എന്നുള്ളത് ഏതൊരു സിംഗറിന്റെയും ഒരു ഡ്രീം ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അത് പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് കിട്ടിയത് ഭയങ്കര ഒരു ഭാഗ്യമാണ്. വളരെ നല്ലൊരു ഭാഗ്യമാണെന്ന് ഇപ്പൊ മനസ്സിലാകുന്നുണ്ട്. ഇനിയിപ്പോ മുമ്പോട്ട് എന്താണെന്നറിയില്ല, ദൈവത്തിന്റെ കയ്യിലാണ്. ഇനി ഓഫറുകൾ വരുവോ ഇല്ലയോ ഒന്നും അറിയില്ല. പക്ഷെ എന്റെ ജീവിതത്തിൽ നിന്നും ഒരു മൈൽ സ്റ്റോൺ ആയിട്ട് അതെ ഈ പാടിയ പാട്ടുകൾ ജീവിക്കുമല്ലോ. അതെ, തീർച്ചയായിട്ടും. അതാ സന്തോഷം. അതെ, ആ ഒരു സമയത്ത് എത്ര ഗ്യാപ്പിന്റെ ഇടയിലായിരിക്കും ആ ഒരു പാട്ടുകൾ പാടിയിട്ടുണ്ട്? അടുത്തടുത്ത. അതെ അതെ. അത് ഞാൻ സ്കൂളിൽ നിന്ന് എനിക്കിപ്പോ ഓർമ്മ, യൂണിഫോമിലൊക്കെയാണ് സ്റ്റുഡിയോയിൽ പോയി പാടിയിട്ടുള്ളത്. കുക്കുരു പാടിക്കഴിഞ്ഞ് അധികം നീണ്ടു പോകാതെ തന്നെ സത്യം എല്ലാം പാടി. ആ 3 സിനിമയ്ക്കും പാടി. ഇപ്പോ പൃഥ്വിരാജാണ് അതിലെ നായകൻ, 2 പടത്തിലെ നായകൻ. അത്രയും വലിയൊരു ആക്ടറാണ്. അതുപോലെ തന്നെ നമ്മുടെ മമ്മൂക്കാടെ പടമാണ്, മോഹൻലാല്, ലാലേട്ടന്റെ പാട്ടാണ്, മറ്റേ നയൻതാര. അതെ, നയൻതാരയാണ് നായികയായിട്ടുള്ളത്. അവരുടെയൊക്കെ കൂടെ പാടുക, അല്ലെങ്കിൽ അവരുടെ ഒരു വോയിസിന്റെ ഭാഗമാകുക എന്നൊക്കെ പറയുന്നത് ഇപ്പോഴും ആൾക്കാരെ എന്താ പറയാ, ഒരു ചാൻസ് ചോദിച്ചു കിടക്കുന്ന ഒത്തിരി പേരുണ്ടല്ലോ. ആ ഒരു മൊമെന്റ് ഭയങ്കര മൈൽ സ്റ്റോൺ തന്നെയാണ് ലൈഫിൽ, അല്ലേ? അതെ, തീർച്ചയായിട്ടും. ദൈവത്തിന് നന്ദി പറയുന്നത്. ഇപ്പൊ റിയാലിറ്റി ഷോയിൽ വന്നതിന് ശേഷം നാട്ടിലെ പ്രതികരണമൊക്കെ എങ്ങനെയായിരുന്നു? പ്രതികരണം നല്ല പ്രതികരണമാണ്. ഫ്ലക്സ് ഒക്കെ വന്നു നാട്ടിലൊക്കെ. അപ്പോഴാണ് ശരിക്കും ഇത്രയും സന്തോഷം നമുക്ക്. അതാ ഞാൻ പറഞ്ഞേ, കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് ആൾക്കാര് എനിക്ക് തരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ടെലിവിഷൻ സ്ക്രീനിൽ നമ്മളെ എപ്പോഴും കാണുക എന്ന് പറയുന്നതിന്റെ പ്രാധാന്യവും അത് എത്ര വലുതാണെന്നുള്ളത് ഇപ്പൊ നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. നമ്മളിപ്പോ എത്ര പിന്നണി പാടി എന്ന് പറഞ്ഞാലും, എത്രയൊക്കെ പാട്ടുകൾ പാടിയിട്ടെന്ന് പറഞ്ഞാലും നമ്മുടെ മുഖം ആൾക്കാർക്ക് അറിയുന്നിടത്തെ കാര്യമുള്ളൂ. ഞാനിപ്പോ കുക്കുരു പാടിയ ആളാണെന്ന് പറഞ്ഞിട്ട് ആർക്കും അറിയില്ലായിരുന്നല്ലോ. പക്ഷെ ഇന്നൊരു റിയാലിറ്റി ഷോ വേണ്ടി വന്നു കുക്കുരു പാടി ഇതെന്ന് മനസ്സിലാക്കാൻ. അപ്പൊ ഇന്ന് ഇരട്ടി സന്തോഷമാണ്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഈ മൊബൈൽ ഫോൺ, ഇൻസ്റ്റഗ്രാം ഒക്കെ യൂസ് ചെയ്യുന്നത് യൂത്ത് പിള്ളേരാണ്. ഇപ്പോ സിനിമ കാണുന്നതും അല്ലെങ്കിൽ ടിവിയില് കാണുന്നത് എല്ലാം വീട്ടമ്മമാര്, കുറച്ച് പ്രായമുള്ളവരാണ്. അപ്പൊ എങ്ങനെയാ അവരുടെ ഒരു ഇത്? ഇപ്പൊ കൂടുതലും ചേച്ചീനെ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ തിരിച്ചറിയുന്നത് ആരാണ്? വീട്ടമ്മമാരാണ്. കാരണം ഞാൻ മ്യൂസിക്കൽ ലൈഫിലായിരുന്നല്ലോ മനസ്സിലായിരുന്നു. അപ്പൊ വീട്ടമ്മമാര് കൂടുതൽ പ്രോഗ്രാം കാണുന്നുണ്ട്. വീട്ടമ്മമാര് തന്നെയാണ് വന്ന് മിണ്ടാറൊക്കെ ഉണ്ട്. പിന്നെ ഒരു ആന്റി ഒരു ദിവസം ഞങ്ങളിങ്ങനെ എവിടെയോ പോയിട്ട് തിരിച്ചു വന്നപ്പോ ഓടി വന്നിട്ട്, സിംഗർ അല്ലേ, മ്യൂസിക്കൽ ലൈഫിൽ ഉണ്ടായിരുന്നല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു അതെ, ചെറിയ ആളാണ്. അങ്ങനെ വരെ ചോദിക്കാറുണ്ട്. അപ്പൊ വീട്ടമ്മമാര് തന്നെ. അതിൽ പിന്നെ നമ്മള് കുറച്ച് സാരിയൊക്കെ കൊടുത്ത് അതിൽ സ്ക്രീനിൽ കുറച്ച് വലിപ്പം തോന്നും. പക്ഷെ ഞാൻ ഭയങ്കര ചെറിയ ആളല്ലേ. ഞാനിങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. എന്ത് ചെയ്യാനാ, വളരുന്നില്ല. ഓക്കെ, ഇനി കുഞ്ഞുങ്ങളുടെ അടുത്തൊക്കെ എങ്ങനെയാ? ഒരു സ്ട്രിക്റ്റ് അമ്മയാണോ അതോ ഇതുപോലെ? ഞാന് മക്കളോട് കുറച്ച് സ്ട്രിക്റ്റ്, പക്ഷെ അവർക്ക് ഫ്രീഡം ഉണ്ട്. എന്നിട്ട് ഞാൻ ചില കാര്യങ്ങൾക്ക് സ്ട്രിക്റ്റ് ആണ്. ഞാൻ അങ്ങനെ അടിയൊന്നും കൊടുക്കാറില്ല, പക്ഷെ നല്ല വഴക്കൊക്കെ പറയാറില്ല. വഴക്ക് പറയും. എന്തിന്റെ പേരില? എന്തിനെങ്കിലുമൊക്കെ. എന്റെ മൂത്ത ആളാണെങ്കിൽ TV കാണുകയാണെങ്കിൽ ടിവിയുടെ ഇങ്ങനെ എത്ര അടുത്തിരുന്ന് കാണും. എന്നാലേ അവളെ തൃപ്തിയാവുള്ളൂ. അപ്പൊ എപ്പോഴും ഞാൻ അങ്ങനെ വഴക്ക് പറയാനുള്ള ആ ഒരു കാര്യം. കുഞ്ഞാൾക്ക് പിന്നെ അങ്ങനെ വഴക്ക് പറയാറൊന്നും നടക്കും. പിന്നെ അയ്യോ അവ ചാട്ടം മാത്രമേ ഉള്ളൂ. അപ്പൊ ചിലപ്പം അവിടെ കയറരുത്, ഇവിടെ കയറരുത് അതൊക്കെ പറയും. അല്ലാതെ അവനെ അങ്ങനെ നിർത്താറുള്ള ഇതൊന്നും ആയിട്ടില്ല. മൂത്ത ആൾക്ക് വഴക്കൊക്കെ കൊടുക്കാറില്ല. ഒത്തിരി ഇല്ല, വഴക്ക് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് വിഷമാവും. പിന്നെ ഞാൻ ഹഗ് ചെയ്ത് ഉമ്മയൊക്കെ കൊടുത്ത് സെറ്റ് ആക്കും. അല്ലെങ്കിൽ എനിക്ക് അത് ഭയങ്കര. ഇവ ചേച്ചിയുടെ ലവ് മാരേജ് ആണെന്ന് കേട്ടിട്ടില്ല? അതെ അതെ. ഹസ്ബൻഡ് നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. അതെ, കുറിച്ചൊന്നും പറയാമോ? ഞങ്ങൾ നെയ്ബേഴ്സ് ആയിരുന്നു.
അങ്ങനെ ലവ് ചെയ്തു. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ 2 റിലീജിയനിലാണ്, 2 കാസ്റ്റാണ്, അതിന്റെ ഒക്കെ. പിന്നെ അത് സംബന്ധിച്ച് ഇപ്പൊ ഹാപ്പി അല്ലോ. ഇപ്പൊ എന്നെക്കാളും എന്റെ ഹസ്ബൻഡിനെയാണ് എന്റെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടം. അതെ അല്ലേ. ഓക്കെ. ഇപ്പൊ ഈ ഷെഡ്യൂളിന് പോണ ടൈമില് കുട്ടികളൊക്കെ അപ്പൊ എങ്ങനെയാ അവരെ കൊണ്ടുപോകും? ഷെഡ്യൂളിന് പോകുമ്പം അമ്മയുടെ അടുത്ത് ഏൽപ്പിച്ചിട്ടാണ് ഞാൻ വരുന്നത്. ഇവിടെ കൊച്ചിയിൽ വരുമ്പോ ഷൂട്ട് എന്തിന് ഇപ്പൊ കൊച്ചിയിൽ എപ്പോഴും വരാൻ എന്തെങ്കിലും കാര്യങ്ങൾക്ക് എപ്പോഴും ട്രാവൽ ചെയ്യണം. അപ്പൊ പിന്നെ അമ്മയുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് വരുമ്പോ സമാധാനം. അമ്മയുടെ അടുത്ത് ഒക്കെയാണ് രണ്ടുപേരും ഒക്കെ. അമ്മ ഉണ്ട് അവിടെ, അനിയനുണ്ട്, അച്ഛൻ, അമ്മാമ്മ എല്ലാരും ഉണ്ട്. അതെ, നോക്കിക്കോളൂ. ഇവിടെ ഗ്രൂം ചെയ്യുന്നതാരാ അപ്പോ പാട്ടൊക്കെ? ഇവിടെയോ? ഇവിടെ മ്യൂസിക്കൽ വൈഫിലാണോ? രാധിക നാരായണൻ ചേച്ചി, മുഫീദ മജീദ് ചേച്ചി, അവർ 2 പേരാണ് ഞങ്ങളുടെ ഗ്രൂം. രാധിക ചേച്ചി എനിക്ക് തോന്നുന്നു നമ്മുടെ ആ പാട്ട് ഒരുപാട് ഞാൻ ആ പാട്ട് ഇടയ്ക്ക് കേൾക്കാറുണ്ട്. എങ്ങനെയാ ചേച്ചിയെ കുറിച്ച്? അത് ചേച്ചി നല്ലതല്ലേ, നന്നായി പഠിപ്പിക്കും. അവര് 2 പേരും നന്നായിട്ട് പഠിപ്പിക്കും. നമ്മള് വിചാരിക്കും നമ്മൾ പാടിക്കൊണ്ട് പോകുന്നതാണ് ശരി എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ ഒരാളുടെ മുന്നിലിരുന്ന് പാടുമ്പോഴല്ലേ അവർ കറക്ഷൻ പറയുമ്പോഴാണ് ശരിക്കും ബോധം വരും, ഇങ്ങനെ ആയിരുന്നു, അപ്പൊ നമ്മൾ പഠിച്ചത് തെറ്റായിരുന്നു, നമുക്ക് അപ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, അവർ 2 പേരും ഒക്കെയാണ്. അതില് ചേച്ചിക്ക് ഒരു ടാസ്ക് ആയിട്ട് കിട്ടുമല്ലോ, ഒരു പാട്ട് ചലഞ്ച് റൗണ്ട് കിട്ടില്ലേ? അതിൽ ഏറ്റവും ചലഞ്ച് ആയിട്ട് കിട്ടിയ പാട്ട്? ചലഞ്ച് റൗണ്ട് അങ്ങനെ ഒരു റൗണ്ട് വന്നിട്ടില്ല, പക്ഷെ ഗ്രാൻഡ് ഫിനാലെ ആയിരുന്നു ഏറ്റവും ചലഞ്ച്. അതില് സെമി ക്ലാസിക്കൽ സോങ്സ് സെലക്ട് ചെയ്യേണ്ടി വന്നപ്പോ കുറച്ച്. ചേച്ചി ഏത് പാട്ടായിരുന്നു പാടി? ഞാൻ പൂന്തേൻ നിർമ്മഴയായിരുന്നു പാടിയിരുന്നത്. ഭയങ്കര ടഫ് സോങ് ആണത്, പക്ഷെ പിന്നെ അതിനെ എടുക്കേണ്ടി വന്നു. എന്തായാലും ഞങ്ങള് കണ്ടസ്റ്റൻസ് എല്ലാം അത്യാവശ്യം നല്ല ഫ്രണ്ട്ലി ആണ്, നല്ല ഫ്രണ്ട്ഷിപ്പിലാണ് പോകുന്നത്. പക്ഷെ നമ്മള് ഇൻഡിവിജ്വൽ ആയിട്ട് നോക്കുമ്പോൾ നമ്മള് കോമ്പറ്റീഷൻ അല്ലേ നിൽക്കുന്നത്. എന്തായാലും നമുക്ക് അത്രയും ഒരു ടഫ് ആയിട്ടുള്ള സോങ്സ് ഒക്കെ എടുക്കേണ്ടി വരും, എടുത്തല്ലേ പറ്റുള്ളൂ. നമുക്ക് അവിടെ ഒരു ഉഴപ്പ് കാണിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ പിന്നെ അങ്ങനെ നോക്കുമ്പോൾ കുറച്ച് കോമ്പറ്റേറ്റീവ് ആ ഒരു മൈൻഡിൽ തന്നെ പാട്ടുകൾ സെലക്ട് ചെയ്തു. അങ്ങനെ വന്നപ്പോ ഞാൻ എടുത്തത് കുറച്ച് ടഫായി പോയി. 4 കാലിൽ വീണെന്നാണ് തോന്നുന്നത്, അറിയില്ല. പാടി ഒപ്പിച്ചിട്ടുണ്ട്, കുഴപ്പമില്ലല്ലോ. അധികം സമയമില്ലായിരുന്നു, അപ്പൊ പെട്ടെന്ന് പാടിയതാ. ഇപ്പൊ അവിടെ നമുക്ക് പാട്ട് പഠിക്കാനൊക്കെ എത്ര ടൈം തരും? അതിപ്പോ അത്ര സമയം കിട്ടാറില്ല. പെട്ടെന്ന് നമ്മൾ പാട്ട് കൊടുക്കും, അത് സെലക്ട് ചെയ്ത് കിട്ടിയാൽ പിന്നെ പെട്ടെന്ന് തന്നെ. അവിടെ എങ്ങനെയാ പാട്ട് സെലക്ട് ചെയ്യുന്നത്? നമ്മളാണോ സെലക്ട് ചെയ്യുന്നത് അതോ? നമ്മള് സജഷൻസ് കൊടുക്കും, അതിന്ന് ഗ്രൂമേഴ്സ് സെലക്ട് ചെയ്ത് തരും. അങ്ങനെയാണ്. അതില് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ ചേച്ചിക്ക്? സെലക്ട് ചെയ്തല്ലോ, അതിന് കോമ്പറ്റീഷന്റെ യഥാർത്ഥ ഒരു സംഭവം എന്ന് പറയുന്നത് അതാണ് കേട്ടോ. നമ്മളിപ്പം കൊടുക്കുമ്പോ ചിലപ്പോ നമ്മൾ കിട്ടരുതേന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ ചിലപ്പോ റൗണ്ടിന്റെ ഒക്കെ ബേസിസിൽ നമുക്ക് ചിലപ്പോ അറിഞ്ഞൂടാത്ത പാട്ടൊക്കെ കൊടുക്കേണ്ടി വരും. അതിപ്പോ അവർക്കും അറിയില്ല, നമുക്കും അറിയില്ല. പക്ഷെ കറങ്ങി തിരിഞ്ഞ് അതായിരിക്കും, അപ്പൊ പിന്നെ കുത്തിരുന്ന് പഠിക്കേണ്ടി വരും.